LPST റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിന് ഐക്യദാർഢ്യവുമായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. നിരാഹാര സമരം 6ാം ദിവസം പിന്നിടുമ്പോഴാണ് സമരപന്തലിൽ വീണ്ടും ശോഭാ സുരേന്ദ്രൻ സന്ദർശനം നടത്തിയത്. വെള്ളാനയായ PSCയിൽ ഇടത് വലത് അനുകൂലികളെ നിയമിച്ച് സാധാരണക്കാരനെ അവഗണിക്കുന്നുവെന്ന് ST മോർച്ച സംസ്ഥാന സഹപ്രഭാരി ശ്യാംരാജ് പറഞ്ഞു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴയെ പോലും അവഗണിച്ചുകൊണ്ട് ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുകയാണ് LPST റാങ്ക് ഹോൾഡേഴ്സ്. നിരാഹാര സമരം തുടങ്ങി 6ാം ദിവസം പിന്നിട്ടിട്ടും സർക്കാർ നടപടി വൈകുന്ന സാഹചര്യത്തിലാണ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ വീണ്ടും BJP ST മോർച്ച നേതാക്കൾക്കൊപ്പം സമരപന്തലിലേക്ക് എത്തിയത്. റാങ്ക് ഹോൾഡേഴ്സിനോടുള്ള സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് അംഗീകരിക്കാനാകില്ലെന്നും വേണ്ടിവന്നാൽ ഇവർക്കൊപ്പം നിരാഹാര സമരം ഇരിക്കുമെന്നും ശോഭാ സുരേന്ദ്രൻ അറിയിച്ചു. അതേസമയം വെള്ളാനയായ PSCയിൽ ഇടത് വലത് മുന്നണികളുടെ അനുകൂലികളെ നിയമിച്ചുകൊണ്ട് സാധാരണക്കാരെ അവഗണിക്കുകയാണ് ചെയ്യുന്നതെന്ന് ST മോർച്ച സഹപ്രഭാരി ശ്യാംരാജ് വിമർശിച്ചു. അപ്പോൾ ഈ വെള്ളാന എന്ന് പറയുന്ന PSCനെ ഉപയോഗിച്ച് ഇവിടുത്തെ LDFും UDFും അവരുടെ ആളുകളെ കുത്തിക്കയറ്റി ഇതുപോലുള്ള സാധാരണക്കാരായുള്ള ചെറുപ്പക്കാരെ, അതും അധ്യാപകരാവേണ്ടതാണ്, LP സ്കൂളുകളിൽ അധ്യാപകരാവേണ്ട സാധാരണക്കാരായുള്ള ചെറുപ്പക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ടിട്ട് അതിന്റെ എല്ലാവിധ കാര്യങ്ങളും നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേസമയം റാങ്ക് ഹോൾഡർ സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി കത്ത് നൽകിയിരുന്നു. 2 മാസത്തെ സാവകാശം വേണമെന്ന ആവശ്യമാണ് കത്തിൽ ഉന്നയിക്കുന്നത്. എന്നാൽ ഇത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിൽ തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സ്. ഉന്നയിച്ച വിഷയങ്ങളിൽ അനുകൂല നിലപാടുണ്ടാകുന്നതുവരെ സമരം തുടരാനാണ് റാങ്ക് ഹോൾഡേഴ്സിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.